തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. വള്ളിക്കുന്ന് കടലുണ്ടി നഗരത്തിൽ വൻതോതിൽ MDMAയുമായി പിടിയിലായ യുവാക്കൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ MDMA മൊത്തവിൽപ്പന നടത്തുന്നവരിൽ പ്രധാന കണ്ണികളാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ. ഇന്ന് രാവിലെയാണ് പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ചിന്റെ വൻ MDMA വേട്ട നടന്നത്. 350 ഗ്രാം MDMAയുമായി കോഴിക്കോട് സ്വദേശികളായ 2 യുവാക്കളാണ് പിടിയിലായത്. കോഴിക്കോട് മലപ്പുറം അതിർത്തിയായ വള്ളിക്കുന്ന് കടലുണ്ടി നഗരത്തിൽ പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KT ഷനൂജും സംഘവും ഒരാഴ്ചയായി നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് കോഴിക്കോട് കക്കട്ടിൽ സ്വദേശികളായ നരിപ്പറ്റ കമ്പനിമുക്ക് ചാലിൽ വീട്ടിൽ 21-കാരനായ ലബീബ്, നരിപ്പറ്റ നമ്പിത്താൻകുണ്ട് എളയിടത്ത് വീട്ടിൽ 28-കാരനായ മുഹമ്മദ് അലി എന്നിവരെ പിടികൂടിയത്. മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തു. വിപണിയിൽ 18 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ഇന്ന് രാവിലെ കടലുണ്ടിക്കടവ് പാലത്തിനു താഴെ വെച്ചാണ് വൻ രാസലഹരിയുമായി പ്രതികളെ എക്സൈസ് പിടികൂടിയത്. പെരുന്നാൾ ആഘോഷ വിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ രാസലഹരി കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്ക് എത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്മേൽ കഴിഞ്ഞ ഒരാഴ്ചയായി എക്സൈസ് സംഘം രാപ്പകൽ ഒഴിവില്ലാതെ നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് ഇവർ വലയിലായത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ MDMA മൊത്തവിൽപ്പന നടത്തുന്നവരിൽ പ്രധാന കണ്ണികളാണ് പിടിയിലായവരെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാൻ സാധ്യത ഉള്ളതായും ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ MDMA എത്തിച്ചതെന്നും എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനൂജ് പറഞ്ഞു. പിടിക്കുന്നത് കടലുണ്ടി കടവ് പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ്. 4-5 ദിവസമായിട്ട് നമ്മൾ ഈ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് രാവും പകലും ഇതിന് പിന്നിലാണ്. അപ്പോൾ ഇന്ന് നമുക്കിവർ കടലുണ്ടി പാലത്തിൻ്റെ താഴെ എത്തുന്നുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഫോക്കസ് ചെയ്തിട്ട് ഇന്ന് കോഴിക്കോട് സ്വദേശികളായ 2 പേര്, ലബീബ്, മുഹമ്മദ് അലി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ശൃംഖല തന്നെയുണ്ട്. ഇവർ കണ്ണികളാണ്. നമ്മളിതിൻ്റെ ഫോളോ അപ്പ് ഉണ്ട്. ഇവർ മാത്രമല്ല, ഇതിലും കുറേ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചെടുത്തത് ഒരു 350ഓളം MDMA ആണ് പിടിച്ചത്. 350 എന്ന് പറയുമ്പോൾ വിപണിയിലൊരു 10-35 ലക്ഷം രൂപ വില വരും. കാറിന്നാണ് ഇത് അവിടെ എത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. ഇവരിത് കേരളത്തിന് മൊത്തത്തിൽ വിതരണം ചെയ്യുന്ന ആൾക്കാരാണ്. വലിയ ശൃംഖല തന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട്. കടലുണ്ടി പാലത്തിൻ്റെ ചുവട്ടിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. അവിടെ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മളവിടെ ആൾക്കാർ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ എത്തുന്നുണ്ട് എന്നുള്ള വിവരത്തിനനുസരിച്ച് നമ്മളവിടെ ആദ്യം 2-3 ദിവസമായി വരെ നോക്കി നിൽക്കുന്നുണ്ട്. പരിശോധനാ സംഘത്തിൽ ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിനേശൻ, അജിത്ത്, പ്രദീപ് കുമാർ K, പ്രിവന്റീവ് ഓഫീസർ ഷിഹാബുദ്ദീൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു പട്ടേരി വീട്ടിൽ, ഐശ്വര്യ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി, ദിദിൻ, അരുൺ P, രാഹുൽ, ജിഷ്നാഥ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ചന്ദ്രമോഹൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.